എൽദോസ് കുന്നപ്പിള്ളി പീഡിപ്പിച്ചിട്ടില്ല. കോടതിയിൽ മൊഴിമാറ്റി അതിജീവിത. മുൻ പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ മൊഴിമാറ്റി അതിജീവിത. എൽദോസ് കുന്നപ്പിള്ളി പീഡിപ്പിച്ചിട്ടില്ലെന്ന് അതിജീവിത നെയ്യാറ്റിൻകര കോടതിയിൽ വിചാരണയ്ക്കിടെ പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് അതിജീവിതയുടെ മൊഴിമാറ്റമെന്നത് വ്യക്തമല്ല. കേസിന്റെ തുടർ നടപടി കോടതി നാളെ പരിഗണിക്കും. എൽദോസിന്റെ സുഹൃത്തുക്കൾ ഭീഷണിപ്പെടുത്തിയില്ലെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന എറണാകുളം പറവൂർ സ്വദേശിയായ യുവതിയെ പല സ്ഥലത്ത് വെച്ച് 3 തവണ എൽദോസ് കുന്നപ്പിള്ളി ബലാത്സംഗം ചെയ്തുവെന്നും ഇത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ബലം പ്രയോഗിച്ച് കോവളത്തെ കുന്നിൻ മുകളിലെത്തിച്ച് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. എൽദോസിന്റെ 2 സുഹൃത്തുക്കളും കേസിൽ പ്രതികളാണ്. ബലാത്സംഗ കേസ് ഉണ്ടായിരുന്നതിനാൽ ഇത്തവണ എൽദോസിന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചിരുന്നു. ഇതിന് തടസ്സമായത് യുവതിയുടെ പരാതിയായിരുന്നു. 2022 സെപ്റ്റംബർ 28-നാണ് എൽദോസ് കുന്നപ്പിള്ളി ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി പേട്ട നിവാസിയായ അധ്യാപിക പരാതി നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചെന്നായിരുന്നു പരാതി. കേസ് ഒത്തുതീർപ്പാക്കാൻ CI ശ്രമിച്ചെന്നും യുവതി ആരോപിച്ചിരുന്നു. പരാതി പിൻവലിച്ചാൽ 30 ലക്ഷം രൂപ നൽകാമെന്ന് എൽദോസ് കുന്നപ്പിള്ളി വാഗ്ദാനം ചെയ്തിരുന്നതായും യുവതി വെളിപ്പെടുത്തിയിരുന്നു. ആരോപണത്തെ തുടർന്ന് CIയെ സ്ഥലം മാറ്റിയിരുന്നു. താൻ നിരപരാധിയാണെന്നും തൻ്റെ ഫോൺ സുഹൃത്തായിരുന്ന യുവതി മോഷ്ടിച്ചു കടന്നു കളഞ്ഞതെന്നാണ് എൽദോസ് പറഞ്ഞിരുന്നത്. പണം ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതിനെ തുടർന്നാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചതെന്നായിരുന്നു എൽദോസിന്റെ വാദം. ലൈംഗികാതിക്രമ കേസിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ മുതിർന്ന ദേശീയ നേതാക്കൾ എൽദോസ് കുന്നപ്പിള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു.